Oppo Reno 85G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 30,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Oppo Reno 85G എന്ന ഫോണിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. നമ്മൾ കാര്യങ്ങൾ 3 സെക്ഷനിലായിട്ടാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ ഒരു സെക്ഷനിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എടുത്ത് പറയേണ്ട ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അടുത്തൊരു സെക്ഷനിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തിരക്കേടില്ല എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. മൂന്നാമത്തെ ഒരു സെക്ഷനിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ ആദ്യം എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിൽ കേർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ വരുന്നുണ്ട്. 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇപ്പം അധിക ഫോണുകളിലൊന്നും നമുക്ക് കേർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഒന്നും കിട്ടുന്നില്ല. റിയൽമി 10 Pro Plus പോലുള്ള ചില ഫോണുകളിൽ മാത്രമേ കേർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. അപ്പം അത് നമുക്ക് എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തരക്കേടില്ല എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അതിൽ തന്നെ പറയേണ്ട ഒരു കാര്യം, 10-bit ഡിസ്പ്ലേ ഇതിൽ വരുന്നുണ്ട്. 10-bit ഡിസ്പ്ലേ വരുന്നു എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇതിൽ 120 Hz റിഫ്രഷ് റേറ്റും അതുപോലെ തന്നെ 360 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും ഒക്കെ വരുന്നുണ്ട്. പിന്നെ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് അമോലെഡ് ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. പഞ്ചോൾ ഡിസൈൻ ഇതിൽ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. ഏകദേശം 93% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഈ ഫോണിൽ വരുന്നുണ്ട്. അത്യാവശ്യം ചെറിയ ബെസൽസും കാര്യങ്ങളൊക്കെയാണ് ഈ ഫോണിൽ വരുന്നത്. മുകളിലും തായും ബെസലിൻ്റെ സൈസ് വരുന്നത് 2.32 mm മാത്രമാണ്. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ ഡ്രാഗൺ ട്രെയിൽ സ്റ്റാർ 2ൻ്റെ പ്രൊട്ടക്ഷനെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 950 nits ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. കാരണം ഇതിൽ കേർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ വരുന്നുണ്ട്. അതിന് പുറമെ 10-bit ഡിസ്പ്ലേ, അമോലെഡ് ഡിസ്പ്ലേ എന്നീ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർപ്രിന്റ് സെൻസർ ഈ ഫോണിൽ വരുന്നുണ്ട്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 171 ഗ്രാമാണ്. അപ്പോൾ അത്യാവശ്യം വെയിറ്റ് കുറവാണ്. തിക്നെസ് വരുന്നത് 7.7 mm ആണ്. ഈ ഫോണിൽ IP54 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സൺറൈസ് ഗോൾഡ് അതുപോലെ തന്നെ മിഡ് നൈറ്റ് ബ്ലാക്ക് എന്നീ 2 കളർ വേരിയൻസ് ആണ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ 4800 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ 80 വാട്ടിൻ്റെ ചാർജർ ഫോണിൻ്റെ ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്നാലും മാക്സിമം 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടാണ് ഇതിൽ വരുന്നത്. പിന്നെ Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ബാറ്ററി നമുക്ക് വലിയ തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല ബാറ്ററി സെറ്റപ്പ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സിൽ പറയാനുള്ള ഒരു കാര്യം സെൽഫി ക്യാമറയുടെ കാര്യമാണ്. ഫ്രണ്ടിൽ 32 MP f2.4 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ 8 GB റാം വരുന്നുണ്ട്. 128 GB ഇൻറ്റേർണലും വരുന്നുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. 1 TB മെമ്മറി എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. റാം എക്സ്പാൻഷൻ എന്നുള്ള ഫീച്ചറും ഈ ഫോണിൽ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 8 GB റാം വരെ എക്സ്ട്രാ ലഭിക്കുന്നതായിരിക്കും. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഫോണിൽ വരുന്നുണ്ട്. 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടില്ല. അപ്പം അത് ശ്രദ്ധിക്കണം. പിന്നെ 3.5 mm ഓഡിയോ ജാക്ക് ഇല്ലാത്തത് നിരാശപ്പെടുത്തി എന്നുള്ള ഫീച്ചേഴ്സിൽ ഉൾപ്പെടുത്താത്തതിനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പല ഫോണുകളിലും 3.5 mm ഓഡിയോ ജാക്ക് ഇപ്പം മിസ്സിംഗ് ആണ്. പിന്നെ Android 13 ബേസ് ചെയ്തിട്ടുള്ള കളർവോയ സോഫ്റ്റ്വെയർ ഈ ഫോണിൽ വരുന്നുണ്ട്. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുറച്ചൊക്കെ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ബാക്ക് ക്യാമറ സെറ്റപ്പാണ്. ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. 108 MP f1.7 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ ബാക്കി 2 സെൻസേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് 2 MP f2.4 അപ്പേഴ്സിൽ വരുന്ന ഡെപ്ത് സെൻസറാണ്. പിന്നെ മൂന്നാമത് 2 MP f3.3 അപ്പേഴ്സിൽ വരുന്ന മൈക്രോ ലെൻസ് ആണ് വരുന്നത്. ഇതിൽ 4x സൂം ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ക്യാമറ നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസിൻ്റെ ഒരു മിസ്സിങ് ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നമ്മൾ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ഫോണിൽ അത് വരുന്നില്ല. പിന്നെ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ളൊരു കാര്യം ഇതിൻ്റെ പ്രോസസ്സറാണ്. സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സറാണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഒരു പ്രോസസ്സർ തിരക്കേടില്ലാത്തൊരു പ്രോസസ്സറാണ്. തിരക്കേടില്ലാത്ത പെർഫോമൻസ് കിട്ടേണ്ടതാണ്. പക്ഷേ 30,000 രൂപ പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സർ അല്ല ഈ ഒരു പ്രോസസ്സർ. മാക്സിമം ഒരു 20,000 രൂപ പ്രൈസ് റേഞ്ച് വരെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ. പക്ഷേ 30,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ അവർക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ കൊടുക്കായിരുന്നു. ഇനി സ്നാപ്ഡ്രാഗൺ 870 അതുപോലെ തന്നെ ട്രിപ്ലേറ്റ് പോലുള്ള പ്രോസസ്സറൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് സ്നാപ്ഡ്രാഗൺ 778G എന്ന പ്രോസസ്സറെങ്കിലും
എങ്കിലും കൊടുക്കായിരുന്നു ഇതൊരു ഓഫ്ലൈൻ ഫോൺ ആണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്താലും. പ്രോസസ്സറിൻ്റെ കാര്യം കുറച്ച് നിരാശപ്പെടുത്തി എന്ന് പറയേണ്ടി വരും. പിന്നെ ഇതിൽ 5G ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മെയിനായിട്ട് നോക്കുന്നത് പെർഫോമൻസ്, അതല്ലാന്നുണ്ടെങ്കിൽ ഗെയിമിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് വേറെ വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 870 പോലുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. ചില സമയത്ത് സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നുണ്ട്. അതുപോലുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ എടുക്കുന്നതായിരിക്കും പെർഫോമൻസിനും ഗെയിമിങ്ങിനൊക്കെ കുറച്ചും കൂടി നല്ലത്. അതുപോലെ തന്നെ LPDDR4Xൻ്റെ റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പാണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ പല ഫോണുകളിലും UFS 3.1 സ്റ്റോറേജ് ടൈപ്പൊക്കെ വരുന്നുണ്ട്. ഈ ഫോണിൽ UFS 2.2 സ്റ്റോറേജ് ടൈപ്പേ വരുന്നുള്ളൂ. ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൻ്റെ ഇന്ത്യയിലെ വില വരുന്നത് 29,999 രൂപയാണ്. ഫെബ്രുവരി 10 മുതലാണ് ഈ ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ കൊഡാക് ബാങ്ക്, HDFC, യെസ് ബാങ്ക്, SBIയുടെ ഒക്കെ കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 10% ഓഫും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഇതൊരു ഓഫ്ലൈൻ ഫോണാണ്, അതായത് പുറത്ത് ഷോപ്പുകളിലും അതുപോലെ തന്നെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലും ഈ ഫോൺ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ പൊതുവേ ഓൺലൈൻ ഫോൺസുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഓഫ്ലൈൻ ഫോൺസിന് വില കുറച്ചും കൂടെ കൂടുതലായിരിക്കും. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ Oppo Reno 80 5G എന്ന ഫോണിൽ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്, മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്, തരക്കേടില്ലാത്ത നല്ല ബാറ്ററി സെറ്റപ്പ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ പ്രോസസ്സർ കുറച്ച് നിരാശപ്പെടുത്തി എന്ന് പറയേണ്ടി വരും. അതുപോലെ തന്നെ ക്യാമറയിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും വരുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ ബെസ്റ്റ് ആണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇനി ഓൺലൈൻ ഫോൺസ് ഒക്കെ മാറ്റി നിർത്തിയിട്ട് ഓഫ്ലൈൻ ഫോൺസ് മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് തരക്കേടില്ലാത്ത നല്ലൊരു ഫോണാണ് എന്നൊക്കെ പറയാവുന്നതാണ്. പക്ഷേ ഓൺലൈൻ ഫോൺസും കൂടി കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് വേറെ ഈ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു ഫോണാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമിയുടെ 10 Pro Plus എന്ന സ്മാർട്ട് ഫോണൊക്കെ വരുന്നുണ്ട്. ആ ഫോൺ നോക്കാവുന്നതാണ്. എന്തായാലും Oppo Reno 80 5G എന്ന ഫോണ് ഓഫ്ലൈൻ മാർക്കറ്റ് വെച്ച് നോക്കുമ്പോൾ വലിയ തിരക്കേടില്ലാത്തൊരു ഫോണായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഓൺലൈൻ മാർക്കറ്റും കൂടി കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.